മുതിർന്ന ബി.ജെ.പി. നേതാവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന കെ രാമൻപിള്ളയുടെ നവതി ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി. ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള സംസാരിക്കുകയാണ്. തത്സമയം നിങ്ങളൊരു രാജ്യസഭയിലേക്ക് ഒപ്പിടണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് പുതുപ്പള്ളി രാഘവനെ ഞാൻ ഓർക്കുകയാണ്. അന്നത്തെ സുഗതൻ സാറാണ് സെക്രട്ടറി, ത്യാഗിയാണ്. അവിടെ കൊണ്ടുപോയി പറഞ്ഞപ്പോൾ നോ, എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരനായി മരിച്ചാൽ മതി, അദ്ദേഹത്തിന്റെ 4 വോളിയമുള്ള ജീവചരിത്രം പല ആവർത്തി വായിച്ച ആളായിട്ടാണ് ഞാൻ പറഞ്ഞു. ഇതൊക്കെ മാതൃകകളാണ്. നല്ല മാതൃകകൾ നമുക്ക് മുമ്പിൽ ഇല്ലെങ്കിൽ അധികാരത്തിന്റെ പ്രോട്ടോകോളിന്റെ വലിപ്പം കൊണ്ട് ആളെ നിശ്ചയിക്കുന്ന ഒന്നിന് പകരം തത്വശാസ്ത്രങ്ങളുടെ ബലിപീഠത്തിൽ ജീവിതം സമർപ്പിക്കാൻ തയ്യാറായ ആളുകളുടെ പട്ടികയിൽ പെടുത്താവുന്ന ഒരാളായി ഞാൻ അദ്ദേഹത്തെ രാമപിള്ള സാറിനെ കാണുകയാണ്. ഏഴ് പതിറ്റാണ്ടിന് കാലത്തെ ജീവിതം പൊതുജീവിതമാണ്. ഒരു പ്രത്യയശാസ്ത്രത്തിൽ അതിന്റെ അടിത്തറയിൽ ഒരുപക്ഷെ അദ്ദേഹം ഇടക്കാലത്ത് മറ്റൊരു പാർട്ടിയിലേക്ക് പോയപ്പോൾ ഒരു ജനാധിപത്യപരമായ ഒരു പ്രക്രിയ നടന്നു. അതിന്റെ ശരി തെറ്റിലേക്കും ഞാൻ കിടക്കുന്നത് എനിക്കുമൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പലരോടും യോജിപ്പുള്ളയാളായിരുന്നു. ഞാൻ ഒരിക്കലും ആ മീറ്റിംഗിലേക്ക് പോയിട്ടില്ല. പക്ഷേ അന്ന് അതിനകത്തെ കാസർഗോഡുണ്ടായ സംഭവമൊക്കെ എന്റെ സ്മൃതിബോധത്തിലുണ്ട്. ശാരീരികമായി പോലും അപ്പൊ അതൊക്കെ ഉണ്ടാകുമ്പോഴും കോഴിക്കോട് വന്നു ശ്രീധരൻപിള്ളയെ അറിയിക്കരുത് ഒരു കാരണവശാൽ എവിടെയാണെന്നുള്ളത് കാരണം ഞാൻ പോകാത്തതുകൊണ്ടായിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തെ അതിന്റെ ആ ഒരു ലേവലിൽ വന്നപ്പോഴും കൊണ്ടുപോയി കഞ്ഞി കൊടുക്കാൻ ഞാൻ പോയി എറണാകുളത്തെ ഓഫീസിലേക്ക് തിരുവനന്തപുരം ഓഫീസിൽ വന്നപ്പോൾ ഒരു മറ്റു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ ആ വ്യത്യസ്ത പാർട്ടിയിൽ നിൽക്കുന്ന ആളായിട്ട് പോലും പാർട്ടി ഓഫീസിൽ നിന്ന് തന്നെ കാറില് അദ്ദേഹത്തെ കൂട്ടി ഞാൻ പോയി. ഇതൊക്കെ നമ്മുടെ നീതിബോധത്തിന്റെ പ്രശ്നമാണ്. രാമപിള്ള സാർ ആരാണെന്ന് എനിക്കറിയാം. ഇവിടെയാണ് നമുക്ക് എന്താണ് പോരായ്മയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഒരു ഗവർണറുടെ പദവിയൊന്നും അല്ല. ഇപ്പൊ ഞാനൊരു സാധാരണ സഹപ്രവർത്തകനായി നിങ്ങളെന്നെ കണ്ടാണെന്നില്ല. രാജീവ് ചന്ദ്രശേഖരത്തിലുള്ള വേദിയിൽ എനിക്ക് ഇന്ന് രാവിലെ ഈ പത്രം വായിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന്, അദ്ദേഹത്തിന്റെ ഉൾത്തുടുപ്പ് എന്താണ് കേരളത്തെ പറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ ജന്മഭൂമിയിലാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ എന്റെ ഹൃദയവാക്യമായി ഞാൻ അവിടെ പറയാൻ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. ഒരു കാലത്ത് പൊതുപ്രവർത്തകർ നാടിനും നാട്ടുകാർക്കും കൊടുക്കാൻ വേണ്ടി വന്നവരായിരുന്നു. കാലം മാറിയപ്പോൾ കാഴ്ചപ്പാട് മാറുന്നു. കൊടുക്കാൻ വന്നവരുടെ ഇടം എടുക്കാൻ വന്നവർ കൈകേറുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള യശപ്രാപ്തികളായ ആളുകൾ ചെറുപ്പക്കാരൊക്കെ വന്നാൽ അങ്ങോട്ട് കൊടുക്കുന്നവരുടെ രാഷ്ട്രീയം, സ്വത്തും പണവും ജീവനും ഇതെല്ലാം അങ്ങോട്ട് കൊടുക്കുന്നവരുടെ രാഷ്ട്രീയം. ആ അങ്ങോട്ട് കൊടുക്കുന്നവരുടെ രാഷ്ട്രീയം ഇങ്ങോട്ട് കണക്ക് പറഞ്ഞ് വാങ്ങുകയോ പിടിച്ചു വാങ്ങുകയോ ചെയ്യാൻ വേണ്ടിയുള്ള പശ്ചാത്തലത്തിലേക്ക് എത്തുമ്പോൾ സ്ഥാനം ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല. പൊതുപ്രവർത്തകനാകാൻ ആഗ്രഹിക്കുന്നതിനും ആ സ്ഥാനത്ത് വരാൻ ശ്രമിക്കുന്നതിനും തെറ്റില്ല. പക്ഷെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പറഞ്ഞ അങ്ങനെ വന്നാൽ നിരസിക്കുന്നത് തെറ്റാണ്. അതേസമയത്ത് അതിനുവേണ്ടി പാടില്ലാത്തതൊന്നും ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞ ദീനദയാൽജിയുടെ കേരളത്തിൽ എന്ത് ജീവിച്ചിരിക്കുന്ന മുതിർന്ന ബി.ജെ.പി. നേതാവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന കെ രാമൻപിള്ളയുടെ നവതി ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി കഴിഞ്ഞു. ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള സംസാരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.